വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കോങ്ങാട് കുരിക്കൻപടി കയറാംകോട് സ്വദേശി 74 വയസ്സുള്ള അപ്പുകുട്ടനാണ് മരിച്ചത്. വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റതിനെ തുടർന്ന് തൃശൂരിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് മരണം. 1 മാസം മുൻപാണ് അപ്പുകുട്ടന് വീട്ടിലെ വളർത്തുനായയുടെ കടിയേറ്റത്. എന്നാൽ ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ പോവുകയോ വാക്സിൻ എടുക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് ബുദ്ധിമുട്ടുകൾ കണ്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആരോഗ്യനില വഷളായതിനു പിന്നാലെ ഞായറാഴ്ച രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. അതേസമയം മണ്ണാർക്കാട് ചേലേങ്കരയിൽ തെരുവുനായയുടെ ആക്രമണത്തിനിരയായ 4 വയസ്സുകാരന്റെ പിതാവിനും നായയുടെ കടിയേറ്റു. ശനിയാഴ്ച രാത്രിയിലാണ് ചേലേങ്കര സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ സുധീഷിന് നായയുടെ കടിയേറ്റത്. സുധീഷിന്റെ 4 വയസ്സുകാരനായ മകൻ ധ്യാനിനെ ഇതേ തെരുവുനായ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു. തുടർന്ന് കുട്ടിയെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകി വീട്ടിലെത്തിയപ്പോഴാണ് പിതാവിന് നേരെയും ആക്രമണമുണ്ടായത്. രാത്രിയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ സംവിധാനമില്ലാത്തതിനാൽ പാലക്കാട് ജില്ലാശുപത്രിയിലെത്തിയാണ് സുധീഷ് ചികിത്സ തേടിയത്. അപ്പോൾ ഇന്നലെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അതിന് വേണ്ട വാക്സിനേഷനും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ രാത്രി വീട്ടിൽ തിരിച്ചു വന്നു. അപ്പോൾ മൊബൈലിലേക്ക് കൂട്ടുകാരും ബന്ധുക്കളെല്ലാം ഫോൺ വിളിക്കാനുണ്ടായി. റോട്ടിലിറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്ന നായ തന്നെ അവർ കണ്ടുവന്നവർ പറഞ്ഞത് ആ സെയിം നായ എന്ന് തന്നെയാണ്. അത് എൻ്റെ മേത്ത് വന്ന് കയറുകയും ഞാനും നായയും പാടെ റോട്ടിൽ വീണു. ഞങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മലപ്പിടുത്തം നടത്തിയതിന് ശേഷം നായ എന്നെ വിട്ട് ഓടുകയും ചെയ്തു. അതിന് ശേഷം നോക്കുമ്പോൾ കയ്യിലും കാലിലൊക്കെ അത്യാവശ്യം പരിക്കുകളുണ്ട്. അപ്പോൾ രാത്രി 9:30 മണി സമയത്താണിത്. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് മരുന്ന് കിട്ടിയില്ല. വാക്സിനേഷനും TT കിട്ടി, പക്ഷേ ഈ മുറിക്ക് ചുറ്റും അടിക്കാനുള്ള മരുന്ന് കിട്ടിയില്ല. അപ്പോൾ അത് രാവിലെ വന്നാലേ കിട്ടൂ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നേരെ പാലക്കാട് പോയി അത് വെക്കുകയുണ്ടായത്. ചേലേങ്കര ഭാഗത്ത് ഇത്രയും ജനപ്പെരുപ്പുള്ള സ്ഥലങ്ങളിൽ നായശല്യം വളരെ വളരെ രൂക്ഷമാണ്. ഇതിന് അധികാരികൾ വേണ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയൊരു അപകടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.